الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وسندنا ونبينا ومولانا محمد عبده ورسوله أرسله بالهدى ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاكرين من الشاهدين والحمد لله رب العالمين. وقال حبيبنا رسول الله صلى الله عليه وسلم إن الله قسم بينكم أخلاقكم كما قسم بينكم أرزاقكم وإن الله يؤتي المال من يحب ومن لا يحب ولا يؤتي الإيمان إلا من أحب. الحديث قال شفيعنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തുപോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയത്
പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാൽ അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഈ ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോകത്ത് ആ ഒരു അനുഗ്രഹം സിദ്ധിച്ച ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ കുറിച്ച് യാതൊരു വിഷമോ പ്രയാസമോ ഉണ്ടാവില്ല. ആ തൗഫീഖ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനുള്ള ഒരു പുനർചിന്തയാണ് ഓരോ സത്യവിശ്വാസിയുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് അലിയടിച്ചു വരേണ്ടത്. മനുഷ്യന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയം കണക്കാക്കുന്നതും ഈ തൗഫീഖിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മഹാരഥന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ ദീനിന്റെ ശതമാനം എത്രയാണോ ഉള്ളത് അത്രമാത്രമായിരിക്കും, ആ ശതമാനം അനുസരിച്ചായിരിക്കും അല്ലാഹുവിന്റെ അടുക്കലും അവന്റെ സ്ഥാനം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ 10% പരിശുദ്ധമായ ദീനുള്ളത് എങ്കിൽ ആ ഒരു 10% മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനമുള്ളൂ. 90% 100% ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ പവറും നമ്മുടെ പദവിയും ഉയർന്നു നിൽക്കും. ഈ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന മറ്റ് അനുഗ്രഹങ്ങളെല്ലാം ഈ ഒരു പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മക്കള് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ചെയ്യുന്ന ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പ്രവാചകന്റെ എപ്പോഴുള്ള ദുആയാണ്. വിവാഹം കഴിഞ്ഞവരും കഴിക്കാൻ പോകുന്നവരൊക്കെ എപ്പോഴും ചെല്ലേണ്ട ദുആയാണ്. നമ്മളൊക്കെ എപ്പോഴും ചൊല്ലേണ്ട ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താണ് ആ ദുആ സാരാംശം ഉൾക്കൊള്ളുന്നത്? ആ ദുആയിൽ എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്? അല്ലാഹുവേ, എന്റെ മക്കളെയെല്ലാം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം, എന്റെ മക്കളെയെല്ലാം സൽസ്വഭാവത്തിന്റെ ഉടമകളാക്കണം, ഇരുലോകത്തും വിജയിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അത് മാത്രവും പോരാ, ആ മക്കൾക്ക് ഇമാമത്ത് നിൽക്കാൻ, ആ മക്കൾക്ക് നേതൃത്വം നൽകാനുള്ള പദവിയിലേക്ക് എന്നെ ഉയർത്തണം. അതായത് മക്കളെ എങ്ങനെയാണോ നീ നല്ലതുപോലെ വളർത്തുന്നത് അതിനേക്കാളും നല്ല രൂപത്തിൽ നീ എന്നെ ആക്കണം എന്നുള്ളതായ ദുആയാണ്. ആലോചിച്ചു, ഈ ദുആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് എപ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞു. എന്തിനാണ്? ഈ മക്കൾ ഉപകാരമുള്ളതാകണം. ഈ മക്കൾ നമുക്ക് ഉപകാരമുള്ളതാവണമെങ്കിൽ പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടണം. ഇതുപോലെ തന്നെയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹങ്ങളും. ഈ നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കണം. പുറമേ ഒന്ന് നോക്കണ്ട, നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കണം. അല്ലാഹു നമുക്ക് നല്ല കണ്ണിന് നല്ല കാഴ്ച തന്നിട്ടുണ്ട്, നമുക്ക് നടക്കാൻ നല്ല കാല് നൽകിയിട്ടുണ്ട്, സംസാരിക്കാൻ നല്ല നാവ് നൽകിയിട്ടുണ്ട്, ശ്വസിക്കാൻ നല്ല മൂക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് അതുകൊണ്ടൊരു ഉപകാരം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ലോകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റെല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ താഴെ നിൽക്കുള്ളൂ. മക്കളെ നമ്മൾ ദീനനുസരിച്ച് ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് ഉപകാരപ്പെടും. സമ്പത്ത് നമ്മൾ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്ത് നമുക്ക് ഉപകാരപ്പെടും. ആയുസ് ദീനിന്റെ ചിട്ടയനുസരിച്ച് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ എല്ലാം തള്ളപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം. ഈ സുന്ദരമാകുന്ന ഇസ്ലാമിനെ, ഈ പരിശുദ്ധമാകുന്ന ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവൻ വിശാലമാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു നൽകിയിരിക്കുന്നു. അതാണ് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രകാശം, അനുഗ്രഹം, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, അത് പരിശുദ്ധമായ ദീനിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ആവാഹിച്ചു നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയെടുക്കലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഉത്തരവാദിത്തം. അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഉത്തരവാദിത്തം. എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ദീന് നൽകാത്ത ആരുമില്ല. അതുകൊണ്ടാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായിപ്പെട്ട, എല്ലാവരും പരിശുദ്ധിയുടെ മേല, ഒരാൾ പോലും മാറ്റിയിട്ടില്ല. ഇനി അത് അന്യമതസ്ഥരേതാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടതാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടതാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടതാകട്ടെ, എല്ലാവരും ഫിത്റത്തിന്റെ മേലാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാ അവരെ വഴി തെറ്റിക്കുന്നത്? ആരാ അവർക്ക് പിഴച്ച മാർഗം കാണിച്ചു കൊടുക്കുന്നത്? അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ മാതാപിതാക്കളാണ്. ആ കുട്ടിയെ ആരാണോ എടുത്തു വളർത്തുന്നത് അവരാണ് ആ കുട്ടിയെ വഴി തെറ്റിച്ചു വിടുന്നത്. നല്ല രൂപത്തിലേക്കാക്കുന്നതും വഴി തെറ്റിച്ചു വിടുന്നതൊക്കെ ആ കുട്ടിയെ വളർത്തുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ രക്ഷിതാവ്, അല്ലെങ്കിൽ ഗാർഡിയൻ, ആരാണോ വെച്ചാൽ അവര്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാ, എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തആല പടർത്തി നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തലാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളെ വീതം വെച്ച് തന്നിട്ടുണ്ട്. നല്ല സ്വഭാവത്തിനുടമ, ചീത്ത സ്വഭാവത്തിനുടമ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൽസ്വഭാവങ്ങളെ അല്ലാഹു തആല നിങ്ങൾക്ക് വീതം വെച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സൽസ്വഭാവം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉന്നതനായ സൽസ്വഭാവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല വീതം വെച്ച് തന്നിട്ടുണ്ട്. ഏതുപോലെ കമാ ഖസ്സമ ബൈനകും അർസാഖകും, നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകിയിട്ടില്ലേ, നിങ്ങൾക്ക് അല്ലാഹു ആഹാരം നൽകിയിട്ടില്ലേ. പല ആളുകൾക്കും പല വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലാഹു തആല ഇതൊക്കെ നൽകിയിരിക്കുന്നത്. ചിലർക്ക് നല്ല എന്നും സുഭിക്ഷമായ ഭക്ഷണമായിരിക്കാം, ചിലർക്ക് കഞ്ഞിയും പയറുമായിരിക്കാം, ചിലർക്ക് ഇഷ്ടം അങ്ങനെയായിരിക്കാം.
എന്തായാലും നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം വീതം വെച്ച് നൽകിയതുപോലെ, ഓഹരി വെച്ച് നൽകിയതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും നിങ്ങൾക്ക് അല്ലാഹു ഓഹരി വെച്ച് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. സമ്പത്തിനെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നു, സമ്പത്തിനെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും നൽകിയിട്ടുണ്ട്. ഫിർഔൻ ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നു, സമ്പന്നനായിരുന്നു. ഹാറൂന്, നമ്രൂദ്, ഇനി അങ്ങനെ നോക്കിയ അബൂജാഹിൽ, അബൂലഹബ്, ഇവർക്കൊക്കെ അല്ലാഹു തആല ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഇത് അല്ലാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് നോക്കിയിട്ടല്ല സമ്പത്ത് നൽകുന്നത്, അത് അല്ലാഹു അങ്ങോട്ട് നൽകും. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ യുഅ്തിൽ ഈമാന, ഈമാനിനെ അല്ലാഹു നൽകിയിട്ടില്ല ഇല്ലാ മൻ അഹബ്ബ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ഈമാനിനെ അല്ലാഹു നൽകിയിട്ടില്ല. അപ്പൊ ആ തൗഫീഖ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നത് തന്നെ, ഈ പരിശുദ്ധമായ ദീനിനെ കൊണ്ടു നടക്കുന്നവർ മാത്രമാണ് യഥാർത്ഥമായ വിശ്വാസികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഈ ഈമാനിനെ വഹിക്കുന്നവരോ, ഈ ഈമാനിനെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട് നൽകിയ ആളുകളോ, അവർക്ക് എപ്പോഴും സുഖമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് എപ്പോഴും നല്ല സുഖമായി ഈ ഭൂമിലോകത്തിലൂടെ നടക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഓരോന്നും അവരെ പിന്തുടരുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തസ്ബീഹ് മാലയിൽ നിന്ന് മുത്തുമണികൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവർക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങളെ നൽകുന്നതാണ്. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ. അല്ലാഹ് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല സംസാരം സംസാരിക്കുന്നവര്, നല്ല രൂപത്തിൽ അല്ലാഹുവിനോടോ അവന്റെ അടിമകളോടും സംസാരിക്കുന്ന ആളുകള്, മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരോ, ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവരോ, വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ ആളുകള്, ഇവരല്ലാതെ ഏറ്റവും നല്ല സംസാരം സംസാരിക്കുന്നവർ ആരാണുള്ളത്? അല്ലാഹ് ചോദിക്കുന്നു. ഏറ്റവും അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരും സ്വാലിഹായ അമൽ ചെയ്യുന്നവരും അല്ലാതെ ഈ ലോകത്ത് ആരാണ് നല്ലൊരു സംസാരം സംസാരിക്കുന്നത്? നല്ലൊരു വർത്തമാനം പറയുന്നവർ ആരാണുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കാത്ത ആളുകൾ വേറെ എന്ത് സംസാരിച്ചിട്ടുണ്ട് കാര്യം? ഈ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് സംസാരിക്കാതെ വേറെ എന്ത് സംസാരിച്ചിട്ടുണ്ട് കാര്യം? അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു വിലയും പോകില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ഉരിയാടുന്നത് അത് അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം, പരിശുദ്ധമായ ദീനിനെ കുറിച്ചായിരിക്കണം. അതാണ് നമ്മുടെ ദൗത്യം. വിശ്വാസിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സ്മരിക്കുക, ഈമാനിനെ കുറിച്ച് പറയുക, ദീനിനെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ്. എന്നിട്ട് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മനുഷ്യൻ. ഇതിന്റെ തഫ്സീറിൽ
രണ്ടഭിപ്രായം മഹാരഥന്മാരായ ആളുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഇത് ബാങ്ക് വിളിക്കുന്ന ആളുകളെ കുറിച്ചാണ് എന്നും പറയുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ജനങ്ങളെ വിളിക്കുന്നവരാണല്ലോ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഇത് ബാങ്ക് വിളിക്കുന്നവരെയാണ്. അല്ല, മറ്റൊരു അഭിപ്രായം അനുസരിച്ച് ഇസ്ലാമിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യുന്നവരാണ് എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാം നല്ല മാർഗമാണ്. ഈ രണ്ട് മാർഗത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കുന്നവരും സ്വാലിഹായ അമൽ ചെയ്യുന്നവരും അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം ഞങ്ങളൊക്കെ മുസ്ലിങ്ങളാണെന്ന് അവർ ധൈര്യത്തോടു കൂടെ പറയും എന്നുള്ളതാണ്. നമുക്കിന്നില്ലാതെ പോയതും പരിശുദ്ധമായ ദീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് ധൈര്യത്തോടു കൂടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ പറഞ്ഞാൽ എത്ര ഈമാനോടുകൂടെ പറയുന്ന ആളുകൾ എന്റെ മുമ്പിലുണ്ടാവും. നമ്മളെയൊക്കെ കണ്ടാലോ, നല്ല കമീസൊക്കെ തലക്കെട്ട കെട്ടി കണ്ടാൽ തന്നെ ഇസ്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളാണെന്നൊക്കെ തോന്നും. ഇല്ല, ഈമാനിനെ പരീക്ഷിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ നമ്മൾ തോറ്റുപോകും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഇസ്ലാമിന്റെ പരിശുദ്ധമായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തിൽ നമുക്ക് പാളിച്ച സംഭവിച്ചു പോയി. പരാജയം ഏറ്റുവാങ്ങിയവരാണ് നാം എല്ലാവരും. ഇസ്ലാമിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന സ്ഥലത്ത് നമുക്ക് പരാജയം സംഭവിച്ചു പോയി. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പറയും, ഞാൻ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിലേക്ക് വരുമ്പോ നമുക്കാർക്കും പരിശുദ്ധമായ ഇസ്ലാമില്ല. അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവൻ ആരാണെന്ന് അറിയുമോ? മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരും സ്വാലിഹായ അമൽ ചെയ്യുന്നവരുമാണ്. അവനാണ് ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കുള്ളൂ ഞാൻ മുസ്ലിമാണെന്ന്. ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. അതുകൊണ്ടല്ലേ ഫലസ്തീനിലെ ഗസയിലെ കുഞ്ഞു മക്കളടക്കം പറഞ്ഞാൽ മുസ്ലിമുകൾ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞത്. അവരുടെ ഉള്ളിൽ നിഷ്കളങ്കമായ ഈമാൻ ഉറച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലും ഫലസ്തീനും ഗസയൊക്കെ തമ്മിലുള്ള ആ സമാധാന കരാറിൽ ഒപ്പുവെച്ച് അവർ ബന്ദികളാക്കിയിരുന്ന ആളുകളെ വിട്ടയക്കുന്ന സന്ദർഭത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള ആളുകളെ അവരും വിട്ടയക്കുന്നു, ഇസ്രായേലിന്റെ കയ്യിലുള്ള ആളുകളെ അവരും വിട്ടയക്കുന്നു. ആ രംഗം, ആ വീഡിയോ, ആ വാർത്തകളൊക്കെ വായിച്ച ആളുകൾക്ക് മനസ്സിലാകും ഇസ്ലാമിന്റെ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഇസ്രായേൽ സൈന്യം വിട്ടയച്ച ബന്ദികൾ ഹമാസിന്റെ അവിടെ ആ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവരെ ആക്രമിച്ചും ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഇടയാക്കിയും വിട്ടയിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെയും അവരെ ആക്രമിച്ച പാടുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഹമാസ് വിട്ടയച്ച ഇസ്രായേലിന്റെ ഒരു സൈന്യത്തിൽപ്പെട്ട ഒരാള് ഹമാസിന്റെ പോരാളികൾക്ക് മുത്തം കൊടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരാ മുത്തം കൊടുത്തത്? ഇസ്രായേലിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരാളാണ്. അവൻ മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്നവനാണ്. ഹമാസിന്റെ പോരാളികളെ വധിക്കാൻ നടക്കുന്നവനാണ്. എന്തേ അവന്റെ മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടായി? പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരം മാത്രമാണ്. ആ സംസ്കാരത്തിലാണ് അവന്റെ മനസ്സ് മാറിപ്പോയത്. അതിലുള്ള വിശ്വാസമാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരവും മൂല്യവും ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് നമുക്കും പരിശുദ്ധമായ ഇസ്ലാമിൽ വിലയുള്ളൂ. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഒരു വാർത്തയുണ്ട്. ഏതോ ഒരു സ്കൂളിൽ തട്ടം വിട്ടു വന്ന കുട്ടിയെ കയറ്റാൻ അനുവദിച്ചില്ല എന്നുള്ളത്. ഞാനത് വാർത്ത വായിച്ചപ്പോ എനിക്ക് വല്ല അത്ഭുതമൊന്നും തോന്നിയില്ല. അവരിപ്പോ തട്ടമിട്ട് കയറ്റാൻ സമ്മതിച്ചില്ല എന്ന് വിചാരിച്ച് എനിക്ക് വല്ല അത്ഭുതം തോന്നിയില്ല. പക്ഷെ ചാനൽ ചർച്ചകളൊക്കെ ഭയങ്കര ചർച്ചയാണ്. എല്ലാ ആളുകളും അത് ഏറ്റെടുത്ത് ഭയങ്കര ചർച്ചയ്ക്കായി പോയി. നമ്മുടെ സംസ്കാരം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കാൻ മുന്നോട്ട് വരുന്നില്ല. പിന്നെ ഇപ്പൊ ആർക്കാണത്? പിന്നെ ഇതിന്റെ പുകമറ പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ആരാണ് സ്വന്തം കുടുംബത്തിൽ ഈ ഇസ്ലാമിക സംസ്കാരം നടപ്പിലാക്കാൻ ശ്രമിക്കാത്തവരാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ വന്ന് വലിയ വാചാലനാകുന്നത്. അതിനൊന്നും കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാര മൂല്യങ്ങളെ അവനാൻ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കുക.
നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയ സ്കൂളുകളൊക്കെ ഇഷ്ടംപോലെ നല്ല സ്കൂളുണ്ടല്ലോ, തട്ടോട്ട് പോകാൻ പറ്റുന്ന നല്ല സ്കൂളുകളുണ്ടല്ലോ, ഔറത്ത് മറച്ചു പോകാൻ പറ്റുന്ന നല്ല സ്കൂളുകളുണ്ടല്ലോ. അവിടെയൊന്നും വിടാതെ ഇതിനെല്ലാം എതിര് നിൽക്കുന്നവരെ സ്കൂളുകളിൽ വിടുമ്പോൾ അപ്പൊ അതിന് ഉത്തരവാദി ആരാണ്? അവിടെ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. അങ്ങോട്ട് വിടുന്നവർ ആരാണ് ഉത്തരവാദി? ഈ രക്ഷിതാക്കളാണ്. എന്റെ കുട്ടി അങ്ങനെ പഠിച്ചാൽ മതി, എന്റെ കുട്ടി അങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളും സംസ്കാരങ്ങളും നാം കാത്തിക്കെട്ടുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബന്ദികളെ പിടിച്ചു വെക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ഇസ്ലാമുമായി നടക്കുന്ന യുദ്ധത്തിൽ ബന്ദികളെ എല്ലാം പിടിച്ചു വെക്കുന്നതായ ഒരു സന്ദർഭമുണ്ടായി. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നതായ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ കാണുന്നത് മഹാനായ സുമാമ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ഈന്തപ്പനത്തിന്റെ ചുവട്ടിൽ സ്വഹാബികൾ കെട്ടിയിട്ടിരിക്കുന്നതാണ്. സുമാമ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കണ്ടാൽ, സ്വഹാബത്തിനെ കണ്ടാൽ വെട്ടിക്കൊല്ലാനും ആക്ഷേപിക്കാനും നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ സുമാമ പിന്നീട് മുസ്ലിമായി പരിശുദ്ധമായ ഹബീബിന്റെ തിരുചാരത്തേക്ക് വന്നതാണ് ചരിത്രം. ആ സുമാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സമയത്ത് മാ ഇൻദക യാ സുമാമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, സുമാമ എന്താണ് നിനക്ക് വിശേഷം? അവിടുന്ന് സുമാമ പറയുന്നത് ഫഖാല ഇന്ദി ഖൈറു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് സുഖമാണ്, എനിക്ക് സുഖമാണ്. എന്നിട്ട് ഈ സുമാമ പറയുന്നുണ്ട്, ഇൻ തഖ്തുൽനി തഖ്തുൽ ദാദമിൻ, നീ എന്നെ, നിങ്ങളുടെ സൈന്യം എന്നെ കൊല ചെയ്യുകയാണെങ്കിൽ, വധിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അർഹനാണ്. കാരണം അത്രമാത്രം നിങ്ങളുടെ ശത്രുവാണ് ഞാൻ, അത്രമാത്രം നിങ്ങളിൽപ്പെട്ട ആളുകളെ കൊല ചെയ്ത ആളാണ് ഞാൻ, ഇസ്ലാമിനെ എവിടെ കണ്ടാലും തകർക്കണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ എന്ന് സുമാമ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ല, നിങ്ങൾ എന്നെ കൊല ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല ചെയ്യാതെ വെറുതെ വിടുകയാണെങ്കിൽ ആ വെറുതെ വിട്ടതിന്റെ മേൽ, ആ അനുഗ്രഹത്തിന്റെ മേൽ എന്നും ഞാൻ സ്മരിക്കുന്നവനായിരിക്കും, ആ അനുഗ്രഹത്തിന്റെ മേൽ എന്നും ഞാൻ സ്മരിക്കുന്നവനായിരിക്കും എന്ന് സുമാമ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറയുകയാണ്. ആ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, അത്തിലിഖു സുമാമ, നിങ്ങൾ സുമാമയെ കെട്ടഴിച്ചു വിടുക, സുമാമയെ അവന്റെ വഴിക്ക് നിങ്ങൾ വിടുക. ഫൻതലക സുമാമതു ഇലാ നഹലിൻ ഖരീബിൻ മിനൽ മസ്ജിദ്, സുമാമ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കെട്ടഴിച്ചു വിടുന്ന സന്ദർഭത്തിൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് സുമാമ റളിയല്ലാഹു തആല അൻഹു നേരെ അടുത്തുള്ള ഒരു ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. സുമാമത്തു ഇലാ നഗരിൻ ഖരീബിൻ മിനൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ഈന്തപ്പന തോട്ടത്തിലുള്ള ചെറിയ ഒരു തോട്ടിൽ ചെന്നുകൊണ്ട് കുളിച്ച് വൃത്തിയായി ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് വന്നുകൊണ്ട് സുമാമ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാ, ഫഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് സുമാമ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുമാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹുൻ അബ്അദ ഇലയ്യ മിൻ വജ്ഹിക. അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ പോലെ ഇത്രയും വിശാലമായ, ഇത്രയും മനസ്സുള്ള, ഇത്രയും വെട്ടി തിളങ്ങുന്ന മുഖമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഫഖദ് അസ്ബഹ വജ്ഹുക അഖബൽ വുജൂഹി ഇലയ്യ. ഇത്രയും വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല.
എനിക്ക് വല്ലാത്ത ഈ ദീനിനോട് ഇഷ്ടം ചേരുകയാണ്, ഞാൻ ഈ ദീനിനോട് പ്രിയം വെക്കുകയാണ്, ഈ പരിശുദ്ധമായ ദീനിലേക്ക് ഞാൻ കടന്നു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക്. എന്തുകൊണ്ട് വന്നു? ശത്രുക്കൾ എന്തുകൊണ്ട് വന്നു? ഈ ഇസ്ലാമിന്റെ സംസ്കാരവും മൂല്യവും അവർ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ദീനിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്ന് നാം മനസ്സിലാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഹ്ഫദില്ലാഹ യഹ്ഫദുക യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നിങ്ങൾ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഈ പരിശുദ്ധമായ ദീൻ നിങ്ങളെ പുറകെ പിടിക്കുന്നതാണ്. ദീനിനെ നിങ്ങൾ എന്ന് കൈവിടുന്നോ, ഇസ്ലാമിന്റെ ശരീഅത്തിനെ നിങ്ങൾ എന്ന് കൈവിടുന്നോ, അന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാമും ഈ ശരീഅത്തും ഈ മൂല്യങ്ങളും നിങ്ങളെ കൈവിട്ട് മാറി നിൽക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഒരു അറബി കവി ഇങ്ങനെ പാടി വെച്ചത്, കുല്ലുൽ മുസീബാതി ഇൻ ജല്ലത വ ഇൻ അവമത് ഇല്ലൽ മുസീബതു ഫീ ദീനിൽ ഫതാ ജലലു. ഇന്നൽ മുസീബാത്ത് കുല്ലുൽ മുസീബാത്ത്, എല്ലാ മുസീബത്തുകളും ഉണ്ടല്ലോ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ, ഇൻ ജല്ലത വ ഇൻ അവമത്, അത് എത്ര വലുതാണെങ്കിലും അത് എത്ര വണ്ണമുള്ളതാണെങ്കിലും ശരി, നിങ്ങൾക്ക് വന്ന് സംഭവിക്കുന്ന മുസീബത്തുകളൊന്നും ഒന്നുമല്ല, ഇല്ലൽ മുസീബതു ഫീ ദീനിൽ ഫതാ, ദീനിലേക്ക് കടന്നു വരുന്ന ചെറിയ മുസീബത്താണെങ്കിലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ മുസീബത്ത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആരോഗ്യം പോകുന്നതോ, നിങ്ങളുടെ സമ്പത്ത് പോകുന്നതോ, നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടുന്നതോ, നിങ്ങൾ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതോ, ഇതൊന്നും നിങ്ങൾക്ക് മുസീബാക്കി, നിങ്ങൾക്ക് വന്ന മുസീബാത്താനെ ഏറ്റവും വലിയ പ്രശ്നമാക്കി കണക്കാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയുമോ? നിങ്ങളുടെ ദീനിൽ വരുന്ന മുസീബത്താണ്. പരിശുദ്ധമായ ദീനില് ചെറിയ ഒരു ഇടങ്ങേറോ, ചെറിയ ഒരു പ്രശ്നങ്ങളോ കടന്നു വന്നാൽ അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്തെന്ന് ഒരു അറബി കവി നമുക്ക് പാടിവെക്കുകയാ. ചെറിയ മുസീബത്താണെങ്കിലും ആദ്യം ചെറിയ രൂപത്തിലാണ് കടന്നു വരിക, പിന്നീട് അത് വലുതായി മാറും. അതുകൊണ്ടല്ലേ പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നേരത്തെ ഉസ്താദുമാരൊക്കെ ടിവിയൊക്കെ ഹറാമാന്ന് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹറാമൊന്നും ഇല്ല എന്നൊക്കെ പല ആളുകളും പല തമാശ രൂപത്തിലൊക്കെ ചോദിക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ ഉസ്താദുമാര് സമ്മതിച്ചിരുന്നോ? അന്ന് ആ ടിവിയിൽ എന്താ ഉണ്ടായിരുന്നെ? കേവലം ഒരു വാർത്ത വരും, അതെന്നെ ഒരു കോല് വെച്ച് ഒരു ആന്റിനെ തിരിച്ചു മറിച്ച് കിട്ടിയാൽ കിട്ടി. അതുപോലും കാണാൻ അന്നത്തെ പണ്ഡിതന്മാരെ സമ്മതിച്ചില്ല. അവർ അതിനെ ചെറിയ മുസീബത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നിന്നില്ല. ഇന്നോ അത് നമ്മൾ ഹലാലാക്കി എടുത്തപ്പോ ഇന്ന് അതിലൂടെ കാണുന്ന പ്രോഗ്രാം എന്തൊക്കെയാണ്? അതിൽ നിന്ന് നമ്മുടെ മക്കളെയോ നമ്മളെയോ ഒന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ചെറിയ മുസീബത്താണെങ്കിലും നിങ്ങൾക്ക് ദീനിൽ സംഭവിക്കുന്നത് അത് വലിയ മുസീബത്താണ്. അതിനെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ സത്യവിശ്വാസിയായി ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ നാം വലിയ ബുദ്ധിമുട്ടിലേക്കും വലിയ പ്രയാസത്തിലേക്കും നാം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിൽ കടന്നു വരുന്ന മുസീബത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും സംഭവിക്കുന്ന പിഴവുകൾ അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഇൽമിൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, അക്രമകാരികളായ ഭരണാധികാരികളെ ഞങ്ങളുടെ മേൽ നീ നിയമിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളും എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ ദീനിൽ വരുന്ന, പരിശുദ്ധമായ ദീനിൽ വരുന്ന മുസീബത്ത് അത് വലിയ പ്രശ്നമാണ്. ആ മുസീബത്ത് സംഭവിച്ചു പോയാൽ ഈ ലോകത്ത് എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും അതൊന്നും നമുക്ക് ഉപകാരപ്പെടൂല.
എത്ര അനുഗ്രഹങ്ങൾ ഉള്ളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദീനിൽ പരിശുദ്ധമായ ദീന് അത് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യല് എപ്പോഴും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്ന ചെറിയ മുസീബത്തുകളിൽ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.